നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ജിതിനം ജോസ്. കേരളത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അപേക്ഷ വയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകളും അറിയേണ്ട ഒരു പിടി വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഈ ചാനൽ തികച്ചും സൗജന്യമാണ് എന്നൊരു വസ്തുത കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലുള്ള 49 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് 1200 രൂപയിൽ നിന്നും 100 രൂപ കൂടി വർദ്ധിപ്പിച്ച 1300 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, ഏകദേശം 49 ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കറിയാം ഫെബ്രുവരി 15 വരെ മസ്റ്ററിംഗ് തീയതികൾ ദീർഘിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനമായിട്ട് കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇതുവരെ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്ക് കൂടി സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാനായിട്ട് ഒരവസരം കൂടി സംസ്ഥാന സർക്കാർ നൽകുകയുണ്ടായി. ആ അവസരവും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി വേണം. ജൂലൈ 15 വരെയാണ് മസ്റ്ററിംഗ് നടത്താനുള്ള അവസാന തീയതി. അതായത് ഫെബ്രുവരി 15 വരെയുള്ള സമയങ്ങളിൽ സർക്കാർ അനുവദിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ മസ്റ്ററിംഗ് ഇതുവരെ നടത്താൻ സാധിക്കാതെ ഇരുന്ന ഗുണഭോക്താക്കൾക്കാണ് അവസാനം മസ്റ്ററിംഗ് നടത്താനായിട്ട് ഇപ്പോൾ അനുവാദം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ടും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു വ്യക്തമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. അവർക്ക് ഇളവ് ലഭിക്കുന്ന തീയതി മുതൽ ഒരാഴ്ചത്തേക്ക് കൂടി മസ്റ്ററിംഗ് നടത്താനായിട്ട് സംവിധാനം ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിവില്ല. നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ഒന്ന് ബന്ധപ്പെടുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ്-19 പശ്ചാത്തലത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ ഗഡുക്കളും, അതായത് നമുക്ക് ലഭിക്കേണ്ട അർഹമായ പെൻഷൻ ഗഡുക്കളെല്ലാം ഒരുമിച്ച് ലഭിച്ചപ്പോൾ അത് നമുക്ക് ഉപജീവനം നിലച്ചിരുന്ന ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു താങ്ങായി മാറി. ഇനി അത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പിടി വസ്തുതകൾ കൂടി നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നത് ഏകദേശം 48,91,000 മുകളിലുള്ള ആളുകൾക്കാണ്. ഏകദേശം ഇത്തരക്കാർക്ക് വേണ്ടി 23,255 കോടി രൂപയാണ് സർക്കാർ വിതരണം നടത്തിയത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 4 വർഷത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2015-16 കാലഘട്ടത്തിൽ 34 ലക്ഷത്തോളം പേരായിരുന്നു പെൻഷൻ വാങ്ങിയിരുന്നത്. 2019-20 കാലഘട്ടത്തിലായപ്പോൾ 49 ലക്ഷത്തോളമായി ഇത് ഉയർന്നു. ഈ കാലയളവിൽ കുറഞ്ഞ പെൻഷൻ തുക 600 രൂപയിൽ നിന്ന് 1300 രൂപയായി ഉയർത്തുകയും ചെയ്തു. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നത്. 2016 ജൂലൈ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക നൽകുന്നത് കൂടാതെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ 39 ലക്ഷത്തിനടുത്ത് ആളുകളും മുനിസിപ്പാലിറ്റികളിൽ 5,84,000 വരുന്ന ആളുകളും കോർപ്പറേഷൻ പരിധിയിൽ 3,37,000 വരുന്ന ആളുകളുമാണ് പെൻഷൻ പരിധിയിലുള്ളത്. കർഷക തൊഴിലാളി പെൻഷൻ 4,52,000 വരുന്ന ആളുകൾക്കും വയോജന പെൻഷൻ 25,17,000 വരുന്ന ആളുകൾക്കും ലഭിക്കുന്നു. വികലാംഗ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നത് 4 ലക്ഷം പേരാണ്. 50 കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ്റെ ആനുകൂല്യം 84,896 പേർക്കും വിധവാ പെൻഷൻ ആനുകൂല്യം 13.5 ലക്ഷം പേർക്കും ലഭിക്കുന്നു. 2011 മുതൽ 2016 വരെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലായി ആകെ വിതരണം ചെയ്തത് 8,429 കോടി രൂപയായിരുന്നു. എന്നാൽ അവസാന സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 23,255 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ ഇത്തരം ആനുകൂല്യങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അപേക്ഷ വയ്ക്കാനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുക. ഇപ്പോൾ 1300 കുറഞ്ഞ പെൻഷൻ തുക എന്ന് പറഞ്ഞ് ആളുകളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹോം സംവിധാനം മുഖേന കൈകളിലേക്കോ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ചാനലിലൂടെ ഇത്തരം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ തുടർന്നുമുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്ര വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.